MDMA, കഞ്ചാവ്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ഇച്ഛാശക്തിയിൽ പിറന്ന ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുമ്പോൾ സംസ്ഥാനമൊട്ടാകെ വലയിലാകുന്നത് ലഹരിയുടെ വലിയ ശൃംഖല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ നടക്കുന്ന റെയ്ഡിൽ ഇന്നലെ വരെ മാത്രം രജിസ്റ്റർ ചെയ്തത് 180-ലധികം കേസുകളാണ്. പിടിയിലായതാവട്ടെ 188 പ്രതികളും. ഈ മാസം 2-നാണ് ഓപ്പറേഷൻ തൂഫാന് തുടക്കമായത്. ലഹരി വിതരണത്തിന്റെ അടിത്തട്ട് നിലംപരിശാക്കിയാണ് പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ മുന്നേറുന്നത്. സർവ്വ പിന്തുണയുമായി ഓപ്പറേഷൻ തണ്ടറുമായി എക്സൈസും രംഗത്തുണ്ട്. ഇന്നലെ ഒറ്റ ദിവസം മാത്രം കോട്ടയം ജില്ലയിൽ 2 നിന്നായി 263 ഗ്രാം MDMA ആണ് പിടികൂടിയത്. അതിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ രാസലഹരി വേട്ട നടന്നത് പൊൻകുന്നത്താണ്. 250 ഗ്രാം MDMAയുമായാണ് പൊൻകുന്നത്ത് വെച്ച് ചങ്ങനാശ്ശേരി സ്വദേശികളായ ഹാഷിൻ ലബ്ബയും ലിബിനും പിടിയിലായത്. സിനിമാ സ്റ്റൈലിലായിരുന്നു വാഹനം പിടിച്ചതും പ്രതികളെ പിടികൂടിയതും. കോട്ടയം ചെങ്ങളത്ത് ഓപ്പറേഷൻ തണ്ടറിലൂടെ 13 ഗ്രാം MDMAയുമായി ദമ്പതിമാരെയും സുഹൃത്തിനെയും പിടികൂടി. ഓപ്പറേഷൻ തൂഫാനിലൂടെ 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ ഈരാറ്റുപേട്ടയിലും ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു. തൂഫാൻ തുടങ്ങുന്നതിന് മുൻപ് ഈ വർഷം ജനുവരി 1 മുതൽ ജൂൺ 1 വരെ ജില്ലയിലാകെ 212 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. 230 പ്രതികളും. തൂഫാൻ തുടങ്ങിയതിനു ശേഷം ജൂൺ 2 മുതൽ 25 വരെയുള്ള 23 ദിവസങ്ങൾ കൊണ്ട് 180-ലധികം ലഹരി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. 188-ലേറെ പ്രതികളെയും പിടികൂടി. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന്റെ മേൽനോട്ടത്തിൽ DYSP KR ബിജു നേതൃത്വം നൽകുന്ന നാർക്കോട്ടിക് സെല്ലാണ് തൂഫാൻ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം. SI ഉൾപ്പെടെ 17 ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളാണ് ഇതിലുള്ളത്. തൂഫാനായി 16 അംഗങ്ങളുടെ ടാസ്ക് ഫോഴ്സും ജില്ലയിലെ 5 സബ് ഡിവിഷനുകളിലായുണ്ട്. ലഹരി വിൽപ്പന നടത്തുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് 9995966666 എന്ന വാട്സാപ്പ് നമ്പറിൽ പോലീസിന് വിവരം നൽകാം. സർക്കാരിനും വകുപ്പിനും ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ലഹരി വിതരണത്തിലെ ശൃംഖല തന്നെ തച്ചുടയ്ക്കാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാനും ഒപ്പം എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറും. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ പോയ വർഷങ്ങളിൽ ലഹരിയുടെ ഒഴുക്ക് എത്രമാത്രമായിരുന്നു നമ്മുടെ നാട്ടിലെന്നാണ് ചോദ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.